ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അത്തമാണ്. അപ്പോൾ ഓണത്തിന് മുമ്പുള്ള അത്തം എന്താണ് പ്രത്യേകത എന്നറിയാലോ. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറക്കാർക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്നാണ് അത്തച്ചമയം. അതിൻ്റേതായ ഒരുക്കങ്ങളാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയാം, മേലൊക്കെ കഴുകി കുളിച്ചതൊക്കെ ആട്ടോ. ഞാൻ വന്ന് ഈ മുറ്റത്ത് ഇരിക്കുന്നത് എന്താണെന്നാണ് ചിന്തെങ്കിൽ നിങ്ങൾ ഏതാണ്ട് കുറച്ച് പേർക്ക് മനസ്സിലായി കാണും ഞാനിവിടെ എന്താ ചെയ്യണേന്ന്. കണ്ടോളൂ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അപ്പോൾ പൂക്കളമിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടി, പുറത്തുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഉള്ളിലേക്ക് നീങ്ങാം. ഉള്ളിൽ എന്താ പരിപാടികളെന്ന് കാണിക്കാം. അപ്പോൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കണ പരിപാടികളാണ്. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല. എൻ്റെ അമ്മേനെയും ചേട്ടത്തിയൊക്കെ അവരും എനിക്ക് തോന്നുന്നു കുളിക്കാനും ഡ്രസ്സ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അവരെ അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ പരിപാടി. എൻ്റെ പരിപാടി ഇനി TV കാണാം. വാ. അപ്പോൾ ചേച്ചി പൂക്കളത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം, അത് ഇതൊക്കെ ആഡ് ചെയ്യാന്ന് വെച്ചു. ഞാൻ പൂക്കളമിട്ട സമയത്ത് ചേച്ചി കുളിക്കാൻ പോയേക്കോയിരുന്നു. ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് ചേച്ചി കുറച്ചും കൂടി ഭംഗിയാക്കുന്നു. കൊണ്ട് മോടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇപ്പം കുറച്ചും കൂടി ഭംഗി വെച്ചില്ലേ? ഇതാണ് പറഞ്ഞ കഴിവുള്ളവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കുന്നുള്ളത്. അമ്മ എവിടെയുണ്ട്? അമ്മേനെ കാണാത്തവർക്കായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഘോഷയാത്ര വരുന്നുണ്ട്. ഞങ്ങൾ റോഡിലേക്ക് നടക്കാൻ പോവാണ്. ശേഷം തിരുശ്ശീലി ഭയങ്കര വെയിലായി. ഇപ്പോൾ കണ്ട നല്ല വെയിലായി. ഇപ്പോൾ കുറച്ചു മുമ്പ് മഴ പെയ്തിരുന്നു, പിന്നെ വെയിൽ വന്നു. ഇത് രണ്ടുമില്ലാത്തൊരു ക്ലൈമറ്റ്, ഒരു ശാന്തമായ ക്ലൈമറ്റ് ഇല്ല. ഒന്നുമില്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വെയിൽ. വാ പോ, വെയിലത്ത് നിൽക്കാം. വാ.
അത്തച്ചമയം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ആകെ വേർത്ത് കുളിച്ചൊരു പരിവായി. 1-2 മണിക്കൂർ അവിടെ പോയി നിന്ന്. ഞാൻ നേരത്തെ പോയി നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും കണ്ടു. ഇപ്പോൾ ചേച്ചിയുടെ ഫാമിലിയൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാം, വിഷുവിൻ്റെ വ്ളോഗിൽ ഞങ്ങൾ അവിടെ പോയിട്ടല്ലേ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ഓണത്തിൻ്റെ അത്തത്തിൻ്റെ വ്ളോഗിൽ ഇവിടെ വന്നിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സദ്യയാണ് പരിപാടികൾ. എൻ്റെ ഈ കോലം കണ്ടിട്ട് ഞെട്ടണ്ട, അത് വേർത്ത് കുളിച്ച് മറ്റേ ഈ മുടിയൊക്കെ ഇങ്ങനെ ചൂടെടുക്കാതെ കെട്ടി വെച്ചതിൻ്റെയാണ്. മുളകൊക്കെ കഴിയിട്ടുന്ന ഗ്ലാമറായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. Back in my homeland, singing show me the road and I'll be right there. I'd do anything to feel the wind in my hair. I'd go far as it takes and I won't even care. I'll sing കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളി കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. സാധാരണ ആൾക്കാർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് നല്ല അസല സദ്യ കഴിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കിടന്നുറങ്ങും. അതും ഉച്ചയ്ക്ക് ഇപ്പം സമയം 2:12 ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കം വന്ന സമയമാണ്. ബട്ട് എനിക്കത് പറ്റൂല. എന്തുകൊണ്ട്? വർക്കുണ്ട്. വെള്ളിയാഴ്ചയാണല്ലോ, ഇപ്പോൾ പെർമിഷൻ തന്നു, വർക്ക് ഫ്രം ഹോം പെർമിഷൻ തന്നിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലിരിക്കണേ. അവരാ പെർമിഷൻ തന്നത് അവരുടെ ഭാഗം അവർ ക്ലിയർ ആക്കിയ സ്ഥിതിക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം, നമ്മുടെ ഭാഗം അപ്പം നമ്മളും ക്ലിയർ ആക്കണ്ടേ. അതുകൊണ്ട് വർക്ക് ചെയ്യട്ടെ. ഞാൻ പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നല്ലൊരു അത്തം ദിനം അങ്ങോട്ട് സമാപിച്ചിരിക്കുന്നു. രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ലോഗിൻഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിക്കാൻ പുറത്തേക്ക് പോയി. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മൂമ്മ പോയി, ബാക്കി എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി. പിന്നെ ഞങ്ങൾ പൂക്കളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഈ നല്ലൊരു ദിവസം സമാപിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ യൂഷ്വലി എൻജോയ് ചെയ്യണം? അതൊക്കെ തന്നെ. പ്ലീസ് റിമെമ്പർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ സപ്പോർട്ടേഴ്സ്. ആൻഡ് ഒരു കാര്യം പറയാൻ വന്നു, നമ്മൾ 303 സബ്സ്ക്രൈബേഴ്സായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എൻ അച്ചീവ്മെൻറ്റ്. ഐ താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ബിക്കോസ് ഞാൻ ഇത്രയും പോലും പ്രതീക്ഷയില്ല. ഒരു 100 പോലും മാക്സിമം സംഭവിച്ചാൽ ആയി എന്ന് വിചാരിച്ചാൽ ഞാൻ 303 ആയി. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങോട്ട് വളർന്ന് വലുതാവട്ടെ, അതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്.